മെസ്സേജ് നമ്മൾ നൽകാൻ ശ്രമിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു അപകടം തിങ്കളാഴ്ച ഇന്നിപ്പോൾ ഡേറ്റ് 29/6/2025 ജൂൺ 29 തിങ്കളാഴ്ച വെളുപ്പിനെന്ന് പറയാം. വെളുപ്പിന് 1 മണിയായപ്പോൾ വിശന്നിട്ട് നമ്മൾ വെളിയിലേക്ക് പറഞ്ഞത്. അപ്പോഴാണ് ഈ ചങ്ങമ്പുഴ പാർക്ക് ഭാഗത്ത് ചെറിയൊരു ആൾക്കൂട്ടം 1 മണി 1:30 പോലീസുകാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നു. നമ്മൾ നോക്കിയപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ്, ചെറുതല്ല കുറച്ച് വലിയ ആക്സിഡൻ്റാണ്. ഒരു ഹെവി വെഹിക്കിളാണ്, എനിക്ക് തോന്നുന്നു ലോങ് പോകുന്ന ഹെവി വെഹിക്കിളാണ്. ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്ത് മാറിയ സമയമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് ഉറക്കം പിടിച്ചിട്ട് ആളുടെ വണ്ടി മെട്രോ പില്ലറിലേക്ക് ഇടിച്ച് കയറി. മെട്രോ പില്ലർ നമ്പർ 451 ഇത് ചങ്ങമ്പുഴ പാർക്കിലുള്ള ആ മെട്രോ പില്ലറിലേക്ക് ശരി കൺട്രോൾ തെറ്റി ഇങ്ങനെ ഉറങ്ങിപ്പോയതാവാൻ സാധ്യത. ഇനി ഓവർ സ്പീഡാണെന്നറിയില്ല. ഇത് ഇടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ പരിക്കുണ്ട്. ആളിപ്പം കുറച്ച് മുമ്പ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയുള്ള ആൾ നല്ല നാട്ടുകാർ ആദ്യം കണ്ടതാണ്. നാട്ടുകാർ കണ്ടിട്ട് അവരാണ് പോലീസിനെ ഇൻഫോം ചെയ്തത്. പോലീസും കറക്റ്റ് ടൈമിൽ തന്നെ എത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ആൾക്ക് വിശ്വാസം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ ഉറക്കം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത്, ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ ഒരു കാരണം അതാണ്. നമ്മളും എല്ലാവരും എനിക്കൊന്ന് ഇടയ്ക്കെങ്കിലും ഈ പറയുന്ന ഓവർനൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ചില സമയം ഒഴിവാക്കാൻ പറ്റില്ല, അത്യാവശ്യമായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് നൈറ്റിലാണെങ്കിൽ ട്രാഫിക്കൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നൈറ്റ് ഡ്രൈവ് ഓപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ചെറുതായിട്ടെങ്കിലും നമ്മൾ ഈ ഉറക്കം പറഞ്ഞ ഫസ്റ്റ് ട്രിഗറി ഒരു 2-3 വട്ടം ട്രിഗർ ചെയ്തതിന് ശേഷമാണ് ഫുൾ ഉറക്കത്തിലേക്ക് പോകുക. ഫസ്റ്റ് ട്രിഗർ കിട്ടുന്ന സമയത്ത് തന്നെ എത്ര അത്യാവശ്യം എന്ന് പറഞ്ഞാലും നമ്മുടെ വണ്ടി ഒതുക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ പവർ നാപ്പ് എന്ന് പറയും. ഈവൻ ഒരു 10 മിനിറ്റ്സ് ചിലപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ സെറ്റാണ്. ഒരു പവർ നാപ്പ് എടുക്കുക, ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം മാറ്റുക. അതല്ല നിങ്ങൾക്ക് എന്നിട്ടും ഉറക്കം തീരുന്നില്ലെന്നുണ്ടെങ്കിൽ എത്ര ടൈം 1 മണിക്കൂർ 2 മണിക്കൂർ സൈഡാക്കിയിട്ട് കിടന്ന് ഉറങ്ങുക. പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്യുക. ചിലർക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം കൂടുകയേ ഉള്ളൂ. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം കൂടുതലാണെങ്കിൽ ഉറക്കം കളയുക, അല്ലെങ്കിൽ പിടിക്കുക, മൊബൈലിൽ കുറച്ച് കോമഡി കാണുക. എന്താണ് നിങ്ങളുടെ ആ ഒരു ഉറക്കത്തിൻ്റെ മൂഡിനെ ഡൈവേർട്ട് ചെയ്യുന്നത്, ആ ഒരു കാര്യം ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രം ദയവായി വണ്ടി എടുക്കുക. കാരണം നമുക്ക് ജീവനെക്കാട്ടി വലുതല്ല ഉറക്കം അല്ലെങ്കിൽ യാത്ര. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ ഇത് എത്ര വലിയ ഭീകരണം എന്ന് പറഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നൊരു വെളുപ്പിനെ ഒരു 3 to 6 സമയം വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഞാനൊക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു 3 മണിക്കുള്ളിൽ എത്തുന്ന രീതിയിലായിരിക്കും പ്ലാൻ ചെയ്യുക. എന്നാൽ പോലും പലപ്പോഴും ഉറക്കം വരാറുണ്ട്. ഉറക്കം വന്നു കഴിയുമ്പം എനിക്ക് നേരത്തെ ഒരു 1-2 വട്ടം ഇങ്ങനത്തെ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് മൈനർ ആക്സിഡൻറ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ വലിയ ഇഷ്യൂസ് വന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ ഇതിൽ ചെറുതായിട്ട് ഉറക്കം വന്നാൽ പോലും അത് വണ്ടി സൈഡാക്കി ആ ഒരു ഉറക്കം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ എല്ലാവരും ആ ഒരു അനുഭവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. എന്തായാലും ചെറുതായിട്ട് ഉറക്കം വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ആക്സിഡൻറ്റ്സ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഹെവി ഓടിക്കുന്നത്, 2-വീലർ 4-വീലർ ലൈറ്റ് വെയിറ്റ് ഓടുന്നത് എസ്പെഷ്യലി ഹെവി. കാരണം ഹെവി എന്നുള്ള ആൾക്കാർ ചിലപ്പോൾ ഫുൾ ഡേ ഡ്രൈവിംഗ് ആയിരിക്കും, അതിൽ ടയർഡ്നെസ് ഉണ്ടാവും. ആ ഒരു ഉറക്കം കിട്ടാത്തതിൽ ചിലപ്പോൾ 2-3 ദിവസം ലോങ്, ഇപ്പം ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഡ്രൈവേഴ്സാണെങ്കിൽ കറക്റ്റാണ്. അവർക്ക് ഈ ഒരു പെട്ടെന്ന് എത്തിച്ച് കഴിഞ്ഞാൽ അടുത്ത് ലോഡ് പിടിക്കുക എല്ലാം ശരിയാണ്. പൈസ ആവശ്യമില്ലെന്നല്ല, പക്ഷേ നമുക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ഈവൻ നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചില്ലെങ്കിൽ പോലും പല രീതിയിലുള്ള ഹാൻഡിക്യാപ്ഡ് ആവാം. കൈ പോകാം, കാല് പോകാം, കണ്ണ് പോകാം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകാതിരിക്കാം. നമ്മൾ ആദ്യം നമ്മളെ ടേക്ക് കെയർ ചെയ്യാം. നമ്മളെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ ഈ പറയുന്ന മണിയുടെ ഇഷ്യൂസോ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് സ്ലീപ്പ്. അപ്പോൾ അതിന് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഉറപ്പ് വരുത്തുക. ലോങ് ഒക്കെ പോകാൻ നേരത്തെ മുൻകൂട്ടി അറിയാവുന്ന കേസാണെങ്കിൽ ഉറക്കം ഒന്ന് പ്ലാൻ ചെയ്യുക. ഉറക്കം സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഡ്രൈവ് ചെയ്യുക. ഞാനൊക്കെ മാക്സിമം ഇപ്പോൾ ഡേ ടൈം തന്നെ ഡ്രൈവ് ചെയ്യുക. തീരെ പറ്റാത്ത കേസാണെങ്കിൽ പറ്റാത്ത കേസസ് ആണെങ്കിൽ മാത്രമേ നൈറ്റ് ഡ്രൈവ് ചെയ്യൂ. നേരത്തെ ഞാനും ഫുൾ ടൈം നൈറ്റ് ഡ്രൈവ് പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ലോങ് ഡ്രൈവ്സ് നൈറ്റ് ഒഴിവാക്കുക. അതിൽ പോകണമെങ്കിൽ തന്നെ ഒരു റെഗുലർ ഇൻ്റർവെൽസ് പ്ലാൻ ചെയ്ത്, ഇപ്പോൾ ഒരു 4 മണിക്കൂർ യാത്രയാണെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഫുഡ് കഴിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഹാൾട്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു റിജവനേറ്റ് ചെയ്യുക, ഒരു ജ്യൂസോ ഒരു സോഡ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പം ഒരു സ്മോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെങ്കിലും സ്മോക്ക് ഒക്കെ എടുക്കും. ഒന്ന് ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങളുടെ എത്ര തിരക്കുള്ള യാത്രയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിളായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ
അതിവിടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ്, ഈ പറയുന്ന ലേറ്റ് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. സ്വന്തമായി ഒരു അനുഭവം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളൊരു അനുഭവം ഒരു ഉദാഹരണമാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അങ്ങനെ പകർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നൊരു വലുതല്ലെങ്കിൽ ചെറിയൊരു അപകടം ഒഴിവാക്കും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.